ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്യാരറ്റ് കൃഷി ചെയ്തിട്ട് അത് നമ്മൾ പറിക്കുന്നതിൻ്റെയാണ്. ഇതാണ് നമ്മുടെ ആയുധം. തുരുമ്പൊക്കെ പിടിച്ചിരിക്കുന്ന ആയുധമാണ്. തൽക്കാലത്തേക്ക് ഇത് മതിയാകും. വേറെ കൂടുതലായിട്ടുള്ള ആയുധങ്ങൾക്കൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതാണ് നമ്മൾ ക്യാരറ്റ് നട്ടിരിക്കുന്ന സ്ഥലം. അമ്മയാണ് നട്ടെ, പക്ഷേ പറിക്കുന്നത് മകളാണ്. ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഓരോ ക്യാരറ്റിൻ്റെ ആ ഒരു തണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അയില, അതാണ് നമ്മുടെ ക്യാരറ്റ് കൃഷി. കുറച്ച് മാത്രമേ ഉള്ളൂ. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതൊക്കെയാണ് ക്യാരറ്റ് നിൽക്കുന്നത്. കുറേ നാളായി നട്ടിട്ട് ആരും തിരിഞ്ഞു നോക്കാറില്ല, വെറുതെ കിടക്കുവാണ്. നമുക്ക് എന്തായാലും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ആദ്യമേ നോക്കാം. എന്തായാലും ഞാനതൊന്ന് പറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ചെറുതും വലുതും ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പറിക്കുവാണ്. ആദ്യമേ തന്നെ നമുക്ക് നിരാശയാണോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നിരാശപ്പെടുത്താനൊന്നും ആൾ നിന്നിട്ടില്ല. എന്തായാലും നമുക്ക് കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, പറിച്ചെടുത്തു. ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് വലുത് കിട്ടിയിട്ടുണ്ട്. സന്തോഷം. അതിന് ശേഷം ഏറ്റവും ചെറുതാണ് കിട്ടിയത്. കണ്ടോ, അതിൻ്റെ വലിപ്പം കണ്ടോ? ഒന്ന് വലുതാണെങ്കിൽ ഒന്ന് ചെറുത്. ഇത് മറ്റേ വളങ്ങളൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചും അതിന് വലിപ്പമോ കാര്യങ്ങളോ ഇല്ല. ഇതെങ്ങനെ നടണമെന്നും അറിയത്തില്ല. അതുകൊണ്ട് അമ്മ എങ്ങനെയൊക്കെ നട്ട് വെച്ചതാണ്. എന്തായാലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും സന്തോഷം. നമ്മളെ നിരാശപ്പെടുത്താത്തത് കൊണ്ട് ഞാൻ ഒരെണ്ണം വീണ്ടും പറിക്കുകയാണ്. വീണ്ടും പറിച്ച എല്ലാം നീർക്കോലി പോലത്തെ ചെറുത് മാത്രമാണ്. ഇനി എല്ലാം കിട്ടുന്ന ആ ചെറുതായിട്ട് നിൽക്കുന്ന എല്ലാം കുഞ്ഞു കുഞ്ഞു ക്യാരറ്റാണ്. അതിൻ്റെ അകത്ത് നമുക്ക് കറി വെക്കാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് കഴിക്കാനാണെങ്കിൽ തിന്നാം. ഞാൻ എൻ്റെ ആയുധം എടുത്ത് അത് കൊത്തി കിളച്ചെടുത്ത്. പക്ഷേ ഇത് ഒന്നുമില്ല, ആയുധം എടുത്ത് കിളച്ചിട്ടും നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത് ചെറുത് മാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണ് കട്ടിയായിപ്പോയി. അതുകൊണ്ട് നമുക്ക് ചെറുതാണെങ്കിൽ നമുക്ക് പറിക്കാൻ പറ്റില്ല. ദാണ്ട് ഒരു വലുത് നിൽക്കുന്നു. അത് വലുതാണെന്ന് വിചാരിച്ച് ഞാൻ പറിച്ചതാണ്, പക്ഷേ ചെറുത് തന്നെയായിരുന്നു. ഉണ്ടോ? അത്രേ ഉള്ളൂ. ഈ നമുക്ക് കാണുന്ന പോലെയല്ല, എന്നാലും നമുക്ക് പച്ചയ്ക്ക് കഴിക്കാനൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ ആദ്യമേ വിളവെടുത്ത ഒരു 5-6 ഇനി അങ്ങോട്ടുള്ളതെല്ലാം നമുക്ക് കണ്ടു നോക്കാം. ഞാൻ വീണ്ടും എല്ലാം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മണ്ണിൽ പൊതഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ചെളിക്കട്ടി ആയതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പിഴുതെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്കത് നോക്കാം. ചെറുതായിട്ട് ഇതുണ്ടാവും. ഈ ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു വലിപ്പം കണ്ടു. കുഞ്ഞു കുഞ്ഞ് ക്യാരറ്റാണ്. കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം ചെറുതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്കൊന്ന് ചെറുതിൻ്റെ അകത്തൊന്നുമില്ല. ചെറുത് തീരെ ചെറുതാണ്. ഇതുണ്ടോ? നമുക്ക് അതിൻ്റെ അകത്ത് നിന്നിട്ട് ഒരെണ്ണം കേടായിപ്പോയി. ആ കേടായതിനെ നമുക്കങ്ങ് കളഞ്ഞാക്കാം. ഇനി ആവശ്യമില്ല. അതിൻ്റെ അടുത്ത് നിന്നെല്ലാം നാം പറിച്ചിട്ടും ചെറുതാണ്. കണ്ടോ, ഏറ്റവും ചെറുതൊക്കെയാണ് കിട്ടുന്നത്. എത്ര മാസം കൊണ്ടാണ് ഈ ക്യാരറ്റ് നടാൻ പറ്റുന്നത് എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും കിളച്ച് വന്നപ്പോൾ ഇതാണ്ട് ഏറ്റവും വലുതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും ഇതെനിക്കുള്ളതാണ്. പറിച്ചപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇതിനി ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം. എന്തായാലും ഞാനത് വീണ്ടും തുടർന്നു. ഇതാണ്ട് കാടിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഇതൊക്കെ നിൽക്കുന്നത്. ആ നട്ട ഒരു ചെറിയൊരു സ്ഥലമാണെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് അവസാനം ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ക്യാരറ്റ് ആണെങ്കിലും വളരെ സന്തോഷം തോന്നുന്നു. കാരണം അമ്മ നട്ട് വെച്ചാണെങ്കിലും നമ്മുടെ പറമ്പിൽ നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. കണ്ടോ, ഇതെല്ലാം കൂട്ടിപ്പിടിച്ചപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സലാഡിനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു തോരൻ വെക്കാനോ 2 പേർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ തന്നെ ധാരാളം. കിട്ടിയ വെച്ച് ഏറ്റവും വലുത് ഇവനായിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് കഴുകിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്, ഇതിന് മധുരമുണ്ടോ അല്ലെങ്കിൽ കയ്പ്പാണോ? സാധാരണ നമ്മൾ വീട്ടിലൊക്കെ നട്ട് വെക്കുമ്പോൾ ചിലതിനൊക്കെ കയ്പ്പായിരിക്കും. പ്രത്യേകിച്ച് ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കൊന്നും വലിയ ടേസ്റ്റ് കാണത്തില്ല, പക്ഷേ ഗുണം ഉണ്ടായിരിക്കും. ഉണ്ടോ, നല്ല രസമില്ല കാണാൻ വേണ്ടി. നമ്മുടെ കൈ ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ ഇല കറി വെക്കാമെന്നൊക്കെ കേട്ടിട്ടുണ്ട്, തോരൻ വെക്കാൻ വേണ്ടി. ഞാൻ എന്തായാലും തൽക്കാലത്തേക്ക് വെക്കുന്നില്ല. എന്തായാലും നമുക്കിതൊന്ന് കഴുകിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം. യെസ്, ഇതെന്തായാലും കഴുകിയെടുത്ത് ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. കൊള്ളാം, അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കയ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു ടേസ്റ്റ്
ടേസ്റ്റ് അത്ര പറയാൻ മാത്രമായിട്ടൊന്നുമില്ല, പക്ഷേ എന്നാലൊരു പ്രത്യേക രുചി ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ കയ്പ്പായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ കയ്പ്പൊന്നും ഇല്ലായിരുന്നു. ആ തണ്ടിൻ്റെ ഭാഗമൊക്കെ എത്തുമ്പോൾ സാധാരണ കയ്പ്പൊക്കെയാണ് വരേണ്ടത്, പക്ഷേ കയ്പ്പൊന്നും ഇല്ലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തോ വിഷം തീർന്നുകൊണ്ടാണെന്ന് തോന്നുന്നു, ടേസ്റ്റായിട്ട് തന്നെ തോന്നി. അപ്പോൾ നല്ല കറുമുറ എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾക്കൊക്കെ സ്ഥലമുള്ളവരൊക്കെയാണ് പറ്റുന്ന പോലെ കൃഷിയൊക്കെ ചെയ്യുക. ഇതുപോലൊക്കെ ഉള്ളൊരു കൃഷിയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് തന്നെ ഇരിക്കാം. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.